ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കും. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ സി സെറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് 10% വൈറ്റമിൻ സി സെറാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫേസിൽ മുഴുവനായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും അതൊന്ന് അബ്സോർവ് ആയിട്ട് നെക്സ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. അതിനുശേഷം സെറ്റഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ കേട്ടോ. ഇത് എൻ്റെ സ്കിന്നിന് നല്ല ആപ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ ഇന്നലെ കണ്ണെഴുതിയതിന് ശേഷം റിമൂവ് ചെയ്യാണ്ടാണ് കേട്ടോ കിടന്നത്. അതുകൊണ്ടാണ് അവിടെ കുറച്ചൊന്ന് പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോൾ കാജൽ യൂസ് ചെയ്താലും പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാണ്ട് കിടന്നുറങ്ങരുത്. അതിനുശേഷം സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഡോട്ട്&കി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ നന്നായിട്ട് പുറത്ത് പോകുമ്പോൾ എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു 30 മിനിറ്റ്സ് മുന്നേ അപ്ലൈ ചെയ്താലാണ് ടാനൊക്കെ വലിയ കാര്യമായിട്ട് ഏൽക്കാതിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തു ഫേസിൽ. ഇത്രയും തന്നെ ഞാൻ ഫേസിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ മാമാർത്തിൻ്റെ ഒരു ലൂമി ക്രീം പോലൊരു ക്രീമാണ് ഇത്. ഫേസ് ബ്രൈറ്റനിങ് അല്ല, നമ്മുടെ ഫേസിനൊരു ചെറിയൊരു കവറേജ് തരുന്ന ഒരു ടൈപ്പ് ക്രീമാണ് കേട്ടോ. അതൊന്ന് ഫേസ് ക്രീമാണ്. അതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തു. പൗഡർ പോലും ഇട്ടിട്ടില്ല. ഇത്രയും തന്നെ ഞാൻ ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ത്രെഡ് ചെയ്തുകൊണ്ട് വലിയ കാര്യമായിട്ട് ഫില്ല് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തു, അത്രേ ഉള്ളൂ. ഞാൻ ഷാർപ്പൺ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് ചെറിയ ഒരു ഇത്. അതിനുശേഷം 2 ലിപ്സ്റ്റിക്ക് ഒന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. മെയ്ബ്ലിൻ്റെയും ലാക്മേയുടെയും 2 ലിപ്സ്റ്റിക്കുകൾ. ഒന്ന് നല്ല ലൈറ്റും ഒന്ന് ഡാർക്കുമാണ്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ഷെയ്ഡ് കിട്ടി. അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടപ്പോൾ കണ്ടു, ഇതെനിക്കൊന്ന് വാഷ് ഔട്ട് ആവുന്ന ഷെയ്ഡാണ്, ഇത് കുറച്ച് ഡാർക്കും. അപ്പോൾ രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്തിട്ടു. ഇത്രയും തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളൂ. ഇത് ഡ്രൈ ആയി വരുമ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടും കേട്ടോ. പല്ലിലൊക്കെ ആയി കണ്ടോ. ഇതാണ് ഫൈനൽ കിട്ടിയത് കേട്ടോ. പിന്നെ ഞാൻ കണ്ണ് ഐലൈനർ വെച്ചിട്ട് മേളിൽ മാത്രം ഒന്ന് എഴുതി കൊടുത്തു. അതിനുശേഷം മീശോ ഒന്ന് വാങ്ങിയിട്ടുള്ളൊരു കമ്മൽ കിട്ടും. ഇത്രയും തന്നെയാണ് കേട്ടോ. കുഞ്ഞ് വളരെ സിമ്പിളായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് മേക്കപ്പ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.